അതുകൊണ്ട് എവിടെ വചനമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്, എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ വചനമുണ്ട്. അപ്പൊ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമ്മള് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും വായിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ആവട്ടെ. ഉദാഹരണത്തിന് ഗാസായിലേക്കുള്ള വഴിത്താരയിൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദൂതൻ കൊണ്ടുപോയി നിർത്തി. ഇതൊരു ഇൻഫർമേഷനാണ്, ആണോ? അപ്പോ രാത്രിയിൽ നിക്കോദമോസ് എന്ന പേരായ ഒരു ഫരിസേയ പ്രമാണി യേശുവിനെ കാണാൻ എത്തി. ഇതൊരു ഇൻഫർമേഷനാണ്, ആണോ? അതെ. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇതൊരു ഇൻഫർമേഷനാണ്. പക്ഷേ ഈ ഇൻഫർമേഷൻ പോലും പ്രത്യേകിച്ച് നമുക്കൊരു ഗുണമുണ്ടാവത്തില്ല എന്ന് നാം കരുതുന്ന ഈ ഇൻഫർമേഷൻ പോലും ബൈബിളിൽ എഴുതപ്പെട്ടൊരു വാക്കാണെങ്കിൽ